ഇപ്പോൾ കൂത്തുമലയിൽ കൂട്ടസംസ്കാരം നടക്കുന്ന സ്ഥലത്ത് ജോഷിലയുണ്ട്. ജോഷില, അവിടെ ഇപ്പോൾ സംസ്കാരം നടക്കുകയാണല്ലോ, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ബിനു, അല്പസമയത്തിനകം സംസ്കാരം നടക്കും. സർവ്വമത പ്രാർത്ഥനയൊക്കെ നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും പുത്തുമലയിലാണ് ഇപ്പോൾ ഉള്ളത്. പുത്തുമലയിലെ ഈ സ്ഥലത്താണ് 64 സെന്റ് സ്ഥലത്താണ് ഈ സംസ്കാരം നടക്കുക. ഏകദേശം 67 മൃതദേഹങ്ങൾ തിരിച്ചറിയാതെയുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മൃതദേഹങ്ങളും ഇവിടെ തന്നെ സംസ്കരിക്കണം, പരമാവധി മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2005 ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 72 പ്രകാരം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ഏകദേശം 67 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പായി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. പ്രത്യേകം തിരിച്ചറിയൽ നമ്പർ ഇതിനൊക്കെ തന്നെ നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും മൃതദേഹത്തിൻ്റെ ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും. അതുപോലെ തന്നെ DNA സാമ്പിൾ, പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ എടുത്തുവച്ചിട്ടുണ്ട്. പോലീസ് ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരവും അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 27 മൃതദേഹങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ തന്നെ മൃതശരീരങ്ങളുടെ ഭാഗങ്ങളാണ്. ഇതൊക്കെ തന്നെ കൂടിയാകുമ്പോൾ ഏകദേശം 50ഓളം മൃതദേഹങ്ങൾ ഇന്നിവിടെ സംസ്കരിക്കാൻ സാധ്യതയുണ്ട്. 67ഓളം മൃതദേഹങ്ങൾ ആണ് തിരിച്ചറിയാതെ ഉള്ളത്. 64 സെന്റ് സ്ഥലത്താണ് ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതേസമയം തന്നെ തിരിച്ചറിയാത്ത ആളുകളുടെ, അതായത് മൃതദേഹം തിരിച്ചറിയാത്തവരുടെയും ആളുകളെ കാണാതായവരും ഇവിടെയൊക്കെ ബന്ധുക്കൾ ഈ പരിസരത്ത് വന്നെത്തിയിട്ടുണ്ട്. ഒരു വലിയ ഒരു രീതിയിൽ തന്നെയാണ്, അതായത് മൃതദേഹം കുഴിച്ചിടുക എന്നുള്ള രീതിയിൽ തന്നെയാണ്, മണ്ണിട്ട് മൂടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. അതേസമയം ചില മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബിനു, ജോഷില, തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള മൃതദേഹങ്ങൾ അടക്കമുണ്ട്. 67 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക. അതിൽ കുറച്ച് മൃതദേഹങ്ങൾ മാത്രമേ സംസ്കരിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയൊക്കെ ചടങ്ങുകൾ ആരംഭിക്കും. വളരെ വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ വികാരനിർഭരമായ ഒരു ചടങ്ങിനാണ് ജോഷില സാക്ഷ്യം വഹിക്കുന്നതെന്നറിയാം. എന്നിരുന്നാലും അതിൻ്റെ ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? അല്പസമയത്തിനകം സംസ്കരിക്കുമോ? ജോഷില സൂചിപ്പിച്ചതുപോലെ തന്നെ മറവ് ചെയ്യുന്നത് കൂടാതെ സംസ്കരിക്കുന്ന രീതിയിലേക്കുള്ള അത്തരത്തിലുള്ള ചടങ്ങുകളുമൊക്കെ ഉണ്ടോ? ബിനു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർവ്വമത പ്രാർത്ഥന. ജോഷില, കേൾക്കാമോ? ഒന്ന് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ജോഷില, കേൾക്കാം. കേൾക്കുന്നില്ലേ? തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം പുത്തുമലയിൽ നടക്കുകയാണ്. 67 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക. അതിൽ പൂർണ്ണമായുമുള്ള മൃതദേഹങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ശരീരഭാഗങ്ങൾ മാത്രമാണുള്ളത്. മൃതദേഹം മറവ് ചെയ്യുന്ന, സർവ്വമത പ്രാർത്ഥനയോടുകൂടി മൃതദേഹം മറവ് ചെയ്യുന്ന ചടങ്ങുകൾക്കാണ് അല്പസമയത്തിനകം സാക്ഷ്യം വഹിക്കുക. ധാരാളം പേർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ വികാരനിർഭരമായ, വളരെ വിഷമമുണ്ടാക്കുന്ന കാഴ്ചയാണ് കാണേണ്ടി വരുന്നത് പ്രേക്ഷകർക്ക്. കാരണം തിരിച്ചറിയപ്പെടാത്ത അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ മുഴുവനില്ലാത്ത മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്ന. 67 മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ സംസ്കരിക്കുന്നത്. അല്പസമയത്തിനകം സർവ്വമത പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. ജോഷിലയുണ്ട്. ജോഷില, ഇപ്പോൾ ഏറെക്കുറെ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടരാം.
ബിനു, സംസ്കാരത്തിനുള്ള കുഴികൾ അല്ലെങ്കിൽ ഖബറിടങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അതൊക്കെ തന്നെ പൂർത്തിയാക്കുകയാണ്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുകളിലായി ഒരു പന്തൽ ഒരുക്കുന്ന തിരക്കിലാണ് ആളുകളുള്ളത്. ഇവിടെ തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ, അതായത് കാണാതായവരുടെ ബന്ധുക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ആരുടെ മൃതശരീരങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇത്രയേറെ സമയം 72 മണിക്കൂറിനകം ഈ മൃതശരീരങ്ങൾ സംസ്കരിക്കണം എന്നുള്ള റൂളുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ 72 മണിക്കൂറിനകം സംസ്കരിക്കണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇത്രയും മൃതദേഹങ്ങൾ വെച്ചിരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. നാട്ടുകാർ ഒരുപാട് പേർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കാണാതായവരുടെ ബന്ധുക്കളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സർവ്വമത പ്രാർത്ഥനയോടെയായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാം, പുത്തുമല നേരത്തെ തന്നെ അപകടമുണ്ടായ പുത്തുമലയുടെ മറ്റൊരു ഭാഗത്താണ് ഈ ഒരു പുത്തുമല ദുരന്തത്തെക്കുറിച്ച് നമുക്കറിയാം. അതിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഈ സംസ്കാര ചടങ്ങുകളും സംസ്കാരവും നടക്കുന്നത്. 67 മൃതദേഹങ്ങളാണ് സംസ്കരിക്കാനുള്ളത്. അതിൽ ഭൂരിഭാഗവും ഇന്ന് തന്നെ സംസ്കരിക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2005 ദുരന്ത നിവാരണ നിയമം സെക്ഷൻ അടക്കം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. 100ഓളം മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ഉത്തരവുണ്ടായത്. ഏകദേശം 67 മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാത്തതായിട്ട് ഈ സമയം വരെ ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സംസ്കാര ചടങ്ങിലേക്ക് 72 മണിക്കൂറിനകം സംസ്കരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംസ്കാര ചടങ്ങിലേക്ക് പോയിട്ടുള്ളത്. മാത്രമല്ല, മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് DNA സാമ്പിളുകൾ അടക്കം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസ് മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നാട്ടുകാർ ഒക്കെ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ സേനാ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ആ ഒരു ദുരന്തമുഖത്തിൻ്റെ തിരിച്ചറിയപ്പെടാതെയുള്ള ശരീരം സംസ്കരിക്കുന്ന ഒരു നിസ്സംഗ ഭാവത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഇപ്പോഴുള്ളത്. ബിനു, ജോഷ്ല, ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിളൊക്കെ ശേഖരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ദുരന്ത മേഖലയിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ DNA ശേഖരിച്ചിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ശേഖരിക്കുന്ന രക്തസാമ്പിളുകളും DNAകളും തമ്മിലുള്ള പൊരുത്തം പരിശോധിച്ച ശേഷമാകും ഇത്തരത്തിൽ ഇത് കൺഫേം ചെയ്യുക. ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഞ്ചായത്ത് ഹാളിലുമായിരുന്നു രക്തസാമ്പിൾ ശേഖരിച്ചത്. അടുത്ത ദിവസം മുതൽ മേപ്പാടി MSA ഹാളിലും രക്തസാമ്പിൾ ശേഖരിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ബന്ധുക്കളിൽ രക്തപരിശോധനയ്ക്ക് തയ്യാറായിട്ടുള്ളവർക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷമാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. നമുക്കറിയാം, ഒരു വീട്ടിലുള്ള ഒരാൾ മാത്രമാകാം ചിലപ്പോൾ ജീവിച്ചിരിക്കുക. നമ്മൾ കണ്ടല്ലോ, പല അനുഭവങ്ങളും കണ്ടു. മാതാപിതാക്കൾ, മുത്തച്ഛൻ, മുത്തശ്ശി, അച്ഛൻ്റെ സഹോദരങ്ങൾ, അമ്മയുടെ സഹോദരങ്ങൾ തുടങ്ങിയ അടുത്ത രക്തബന്ധുക്കളുടെ സാമ്പിളുകളാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്കെടുക്കുന്നത്. ഇപ്പോൾ ജോഷ്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ നിന്ന് ലഭിച്ച സ്വർണ്ണാഭരണങ്ങളടക്കം മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കാമോ? ബിനു, DNA സാമ്പിൾ, പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തീരുമാനമെടുത്തത്. പോലീസ് ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതരെ വിവരവും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്കരിക്കുന്ന സമയത്ത് പ്രദേശത്തെ പഞ്ചായത്ത് നഗരസഭ ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരിക്കണം എന്നുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സാമ്പിളുകളുടെയും പരിശോധന, അതുപോലെ തന്നെ ആഭരണങ്ങളുടെ പരിശോധന, ഇതൊക്കെ തന്നെ പിന്നീട് നടക്കുന്നതായിരിക്കും. അതായത് ഈ ബന്ധുക്കൾ, ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കൾ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. അവരുടെ ഒരു മാനസിക നില കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ കൗൺസിലിംഗ് ഒക്കെ നേരെ ആയതിനു ശേഷം മാത്രം ആയിരിക്കും ഈ DNA പരിശോധനയ്ക്കടക്കം അവരെ തയ്യാറാക്കുക. കൗൺസിലിംഗിന് ശേഷം അവരെ ഒരു സാധാരണ നിലയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ ഇതൊന്നും തന്നെ സാധ്യമല്ല. അവരൊക്കെ തന്നെ അമ്മമാർ
നഷ്ടപ്പെട്ട മക്കളും അച്ഛൻ നഷ്ടപ്പെട്ട മക്കളും അതുപോലെ തന്നെ ഒരു കുടുംബം ഒന്നാകെ പോയി ഒരാൾ മാത്രം അവശേഷിക്കുന്ന കുടുംബവും 11 ആളുകൾ നഷ്ടപ്പെട്ട കുടുംബവും ഒക്കെയാണ് ക്യാമ്പുകളിലായി ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം തന്നെ മാനസികമായി ഇതോട് പൊരുത്തപ്പെടേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ DNA സാമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇതുമായി മാനസികമായി പൊരുത്തപ്പെടാൻ വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ ബന്ധുക്കൾ നഷ്ടമായിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അവരെയൊക്കെ തന്നെ കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഈ DNA ടെസ്റ്റ് അടക്കം നടത്താൻ സാധിക്കുകയുള്ളൂ. രക്തസാമ്പിളുകളും അതുപോലെ തന്നെ മറ്റ് ആഭരണങ്ങളടക്കം ഇവരെ കാണിക്കണമെങ്കിൽ ഈ ഒരു മൃതദേഹത്തിൽ നിന്നും ലഭിച്ചതാണ് എന്ന് പറയണമെങ്കിൽ അതിനൊക്കെ തന്നെ മാനസികമായ ഒരു പക്വത ആർജിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവർ അതിജീവനത്തിൻ്റെ പാതയിലാണ്. ക്യാമ്പുകളിൽ അതിനനുസരിച്ച് കൗൺസിലിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്തരത്തിൽ ഒരു പരിശോധന അല്ലെങ്കിൽ DNA സാമ്പിൾ പരിശോധന എന്നൊക്കെ പറയുന്നത് അവർക്ക് മാനസികമായി ഇതിനെ നേരിടാനുള്ള ഒരു പക്വത ഉണ്ടായിരിക്കുന്ന സമയമല്ല. ഏകദേശം 5 ദിവസം പിന്നിടുന്നതേയുള്ളൂ. അവർ ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ബന്ധുക്കൾ ഈ കൂട്ടത്തിലുണ്ടോ എന്നുള്ള തിരിച്ചറിവിനായി ഇത്തരം പരിശോധനകളൊക്കെ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അധികൃതർ ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് മാറ്റിയത്. അതുവരെ ഇത്രയധികം മൃതദേഹങ്ങൾ 67ഓളം മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാതെയുണ്ട്. അതിൽ പലതും ഏകദേശം 27 മൃതദേഹങ്ങളും മറ്റ് ബോഡി പാർട്സുകളുമാണ്, അതായത് മൃതശരീര ഭാഗങ്ങളുമാണ് ലഭ്യമായിട്ടുള്ളത്. ഇതൊക്കെ തന്നെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഘട്ടമല്ല ഇത്. അതായത് അത്രയധികം സമയം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കം കഴിഞ്ഞ സാഹചര്യത്തിൽ 72 മണി ഇപ്പോൾ പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് 29 മൃതദേഹങ്ങളുടെയും നാളെ 35 മൃതദേഹങ്ങളുടെയും സംസ്കാരമാണ് നടക്കുക. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെയൊക്കെ സംസ്കാരമാണ് നടക്കുക. അതോടൊപ്പം തന്നെ DNA പരിശോധനകൾ അടക്കം നടത്തിയിട്ടുണ്ട്.